ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇപ്പോഴും റീസെൻ്റ് ആയിട്ട് ഒരു 3 പടങ്ങൾ, അതായത് ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ജയ് ഗണേഷ്, ഈ 3 പടങ്ങളും നല്ല പടങ്ങളായിരുന്നു. അതിനെയും വീണ്ടും മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു ദോഷമാകാനായിട്ട് അടുത്തൊരു പടം ദിലീപ് കൊണ്ട് തന്നിരിക്കുകയാണ് നമുക്ക് ഇത്തവണയും. അപാര സിനിമ തന്നെയാണ്. സീരിയൽ തോറ്റുപോകും. വീണ്ടും ഞാൻ പറയും, തങ്കമണി ഞാൻ പറഞ്ഞ അതേ ഒരു ഓൾമോസ്റ്റ് ഒരു 80% സെയിം റിവ്യൂ തന്നെയാണ് ഇതിലും ഞാൻ പറയാൻ പോകുന്നത്. പടം ഡയറക്റ്റഡ് ബൈ വിനീത് കുമാർ. വിനീത് കുമാറിൻ്റെ മുന്നത്തൊക്കെ ഡിയർ ഫ്രണ്ട്, പിന്നെ അയാൾ ഞാനല്ല എന്നൊക്കെ പറഞ്ഞ അതൊക്കെ അയാൾ ഞാനല്ലൊക്കെ പിന്നെയും വേണ്ടല്ലോ. ഡിയർ ഫ്രണ്ട് ഓക്കെ, കുഴപ്പമില്ലാത്തൊരു പടം എന്ന് പറയാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എന്തുദ്ദേശിച്ചാണ് വിനീത് കുമാർ ഈ സിനിമ എടുത്തുന്ന ഒരു പിടുത്തമില്ല. ബോഡി ഗാർഡിന്റെ നമ്മുടെ സിദ്ദിഖ് എടുത്ത ബോഡി ഗാർഡിന്റെ വേറൊരു വെർഷൻ അല്ലെങ്കിൽ വേറൊരു വേരിയന്റ് എടുക്കാൻ നോക്കിയ ഒരു പടമാണ് കെയർടേക്കർ. അത് അഡോർ ഫ്ലോപ്പായിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. റിട്ടൺ ബൈ രാജേഷ് രാഘവൻ, പ്രൊഡ്യൂസർ ദിലീപ് കയ്യിൽ നിന്ന് പോയി. പിന്നെ മ്യൂസിക് മിഥുൻ മുകുന്ദൻ. ഇതാണ് മ്യൂസിക്. എന്തോന്ന് പാട്ടുണ്ടാക്കി വച്ചേക്കണം. അയ്യോ, ഈ സത്യം പറയട്ടെ, ഒരു സന്തോഷ് പണ്ട് സത്യം പറ ഇത് നല്ല പാട്ടുകൾ സന്തോഷ് പണ്ട് ഇത് കമ്പോസ് ചെയ്യും സത്യം. കാരണം കുറെ എക്കോ മോഡും കുറെ ബേസും കുത്തിക്കയറ്റി വെച്ചാൽ നല്ല പാട്ടായി. എന്തൊരു പാട്ടടി ഉണ്ടാക്കി വെച്ച. BGM സ്കോറും ഒക്കെ കടക്കുകയാണ് സത്യം പറഞ്ഞ. പിന്നെ കുറെ നടന്മാർ വേറെ എനിക്ക് ആ പാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിലത് ജിനൂബൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് മാത്രമേ ആ പാടം ഒരു 10-15 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. പുള്ളിക്കാരൻ കൊള്ളാം. ഇപ്പം ധർമ്മജനൊക്കെ നല്ല പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജോൺ ആൻ്റണി ആണെങ്കിൽ കുഴപ്പമില്ല, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാനൊരു സ്പോയിലർ പറയാൻ പോവുകയാണ്. ഓക്കെ, ഒരു സീൻ്റെ സ്പോയിലർ മാത്രം. സംഭവം അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം കെയർടേക്കറിൽ ഒരു ഫ്ലാറ്റിൽ ഒരു ഹൗസിൽ ഒരു മരപ്പട്ടി വരും ഉച്ചയ്ക്ക്. ഫ്ലാറ്റിലൊക്കെ മരപ്പട്ടി പറഞ്ഞാൽ ഓക്കെ, അതൊക്കെ മനസ്സിലാവും, സ്വാഭാവികമാണ്, മരപ്പട്ടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മരപ്പട്ടിയുടെ ശബ്ദം കേൾക്കണോടെ ഏതോ ഒരു അണ്ണാകുഞ്ഞിൻ്റെ ശബ്ദം, അങ്ങനത്തെ ഒരു സൗണ്ടുള്ളൊരു മരപ്പട്ടിയെ ജമ്മത്ത് കണ്ടിട്ടില്ല. ഈ മരപ്പട്ടിയൊക്കെ അതിലൂടെ നടന്ന് കളിക്കണം സത്യം പറഞ്ഞ. സത്യം ഇങ്ങനെയൊക്കെ ആരെങ്കിലും എടുത്ത് വയ്ക്കോ? എനിക്ക് തോന്നുന്നു ഒരു 80% ആ ഒരു സീൻ പിള്ളേർക്ക്, ഒരു 8 വയസ്സിന് 7 വയസ്സിന് താഴെയുള്ള പിള്ളേർ ഓക്കെ ഇത് കണ്ടാൽ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഇത് കണ്ടാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തോളൂ. എന്ത് കാണിച്ചു വെച്ചേക്കുന്നത്? ദിലീപിന്റെ ഒക്കെ സ്ഥിരം ക്ലീശ ചളു വാരി അങ്ങ് വെതറിട്ടുണ്ട്. നെല്ലൊക്കെ വാരി ഇങ്ങനെ വെതറൂലേ, അതേപോലെ അങ്ങ് വെതറിയിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പറക്കി വേണമെങ്കിൽ ചിരിക്കാന്നുള്ള രീതിയിൽ. അയ്യോ, അത്ര ചളോടിയാണ് സത്യം പറയട്ടെ. ഫസ്റ്റ് ഹാഫിന്റെ ആ എൻഡ് വരെ ദിലീപിന്റെ പറക്കിയെടുക്കുന്ന ചളോടിയായിരുന്നു. ഇങ്ങനെ തലയെ കൈവച്ച് ചൊറിഞ്ഞ് പറഞ്ഞായിരുന്നു പടം കണ്ടത്. പിന്നെ അവസാനത്തെ 15 അല്ലെങ്കിൽ 10 മിനിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഡയറക്ടർ വിനീതിന്റെ ഒരു എൻട്രി ഉണ്ട്. അയ്യോ, അവിടെ തൊട്ട് സീരിയൽ ആക്ഷൻ കട്ട് ആ സംഭവമാണ്. അവസാനം ഈ പടം കഴിഞ്ഞ ഒരു സ്പോയിലർ കൂടെ ഞാൻ പറയും, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് ശരിയാവില്ല. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് നടന്ന കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ്. ഈ പെണ്ണാരെന്നൊക്കെ കണ്ടുപിടിക്കുന്ന സീൻ. പെണ്ണാരെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ശരി, അതാ പട്ടിയെ വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കെട്ടിപ്പിടുത്തമൊക്കെ കഴിയുമ്പോൾ തന്നെ മണ്ഡപത്തിൽ എല്ലാവരും കൈയടിക്കണം. ഇത് കറക്റ്റ് സീരിയൽ ബോർഡ്. ഞാൻ ഇതെന്തോന്ന് കാണിച്ചു വെച്ചേക്കണത്? കറക്റ്റ് മണ്ഡപത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ കറക്റ്റ് സീരിയൽ മെത്തേഡ്. ആ ക്ലൈമാക്സ് എടുത്ത 15-10 മിനിറ്റും കറക്റ്റ് സീരിയലാണ്. കറക്റ്റ് സീരിയല്. വിനീതിന്റെ ഒക്കെ കുറെ ബ്ലണ്ടർ സാധനങ്ങൾ അവസാനം. അയ്യോ, ദിലീപാണെങ്കിൽ ഫുള്ള് ബ്ലണ്ടറാണ്. ഈ ദിലീപിന്റെ അടുത്ത് ഒരു വിദ്വേഷം കൊണ്ടുകൊണ്ട് ഞാൻ പറയാനല്ല, പടം കണ്ട എന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ദിലീപേട്ട, എന്റെ പൊന്ന് ദിലീപേട്ട, നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കണ്ടറാക്കി ചളോടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ നല്ല കിടില പടങ്ങളൊക്കെ ആ വളരെ പ്രവേശമൊക്കെ എടുത്ത് അഭിനയിക്കുക. അതൊക്കെ നിങ്ങൾക്ക് പറ്റിയ ക്യാരക്ടറാണ്. ഈ ചളോടിയൊക്കെ നിർത്ത് എന്റെ പൊന്നു. അത്ര സഹിട്ടാണ് തിയേറ്റർ തരുന്നത്. ചിരിക്കുന്നുണ്ടോ ആക്ച്വലി? ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് ഇഷ്ടപ്പെടും, അത് ഞാൻ പറയാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ 7 വയസ്സ് 8 വയസ്സിനകത്തുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇത് പറയാനാ വരുന്നത്. ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കിഡ്സ് മൂവിയാണ് എന്ന് എടുത്ത് പറഞ്ഞെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല, പടം ഓടിയല്ലോ.
ഇത് ഇങ്ങനെ അഡൾട്ട് നമ്മൾ ഇങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ കാണാൻ പോയിരിക്കുമ്പോൾ ഇങ്ങനെ പോയി പടം കണ്ട എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഇതിൽ ട്രെയിലറിൽ കണ്ട പോലെ അല്ല പടം പോകുന്നത്. ട്രെയിലറാണെങ്കിൽ ആക്ച്വലി ട്രെയിലർ കട്ട് ചെയ്ത ആളുടെ മെടുക്കാണ്. നമ്മൾ ട്രെയിലറിൽ കാണുന്ന ആ സംഭവങ്ങൾ മാത്രമേ കൊള്ളാവൂ കേട്ടോ സത്യം പറഞ്ഞാൽ. ബാക്കി പടം മൊത്തം ഉരുണ്ട് കിടന്ന് മെഴുകും സത്യം പറഞ്ഞാൽ. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള കാര്യത്തിലാണ് ഞാൻ അത് എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പടം കണ്ടു ഇറങ്ങി പോട്ടാന്ന് ഞാൻ ആലോചിച്ചതാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ ഇവിടുത്തെ 200 രൂപയും എനിക്ക് വളരെ വിടാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ കണ്ടു തീർത്തു. ഇതില് ഡയറക്ടർ ബൈ വിനീത് കുമാർ എന്ന് കാണുമ്പോൾ ഞാൻ നടന്നങ്ങ് പോയി. പറ്റുന്നില്ല ഇനി ഫുള്ള് കാണാനായിട്ട്. വേറെ ഒന്നും പറയാനില്ല. ഇത് പറയണമെങ്കിൽ ഞാൻ കുറേ കുറ്റങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനായിട്ട് വയ്യ. പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വേറെ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് വെറുതെ ഞാൻ വെറുപ്പിച്ചില്ലാതാക്കുന്നില്ല. ആക്ച്വലി എനിക്ക് ഒട്ടും പടം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൊടുത്ത 200 രൂപയും എനിക്ക് പടം മുതലായിട്ടില്ല. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻറ്റിൽ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. താഴെ കമൻസിലൊക്കെ ചിലപ്പോൾ പറയും, ഇവ ആരുടെ പുതിയ മുഖം. ഞാൻ പുതിയ മുഖമൊന്നും അല്ലടേ. ഞാൻ അന്നേരം കുറച്ച് നാളൊക്കെ നമ്മളൊക്കെ ചെറിയ ആൾക്കാരാണടേ. ഉള്ളതുപോലെ പറയും. നല്ല പടമാണെങ്കിൽ നല്ല പടം തന്നെ പറഞ്ഞിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. ബൈ.